കോൾ, SMS മാത്രമുള്ള താരിഫ് പ്ലാനുകൾ നൽകാൻ ടെലികോം ഓപ്പറേറ്റർമാരോട് ട്രായയുടെ ഏറ്റവും പുതിയ ഉത്തരവ്. ട്രായ പുതിയ നിയമം. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭേദഗതി നിരവധി പുതിയ ഉപഭോക്തൃ സംരക്ഷണ നിയന്ത്രണങ്ങൾ അവതരിപ്പിക്കുന്നു. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ട്രായ് തിങ്കളാഴ്ച ടെലികോം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 12ാം ഭേദഗതി റെഗുലേഷൻസ് 2024 പുറത്തിറക്കി. ടെലികോം നയങ്ങളിൽ ഉപഭോക്തൃ അനുകൂലമായ നിരവധി മാറ്റങ്ങൾ എടുത്തുകാണിക്കുന്നു. SMS, വോയിസ് കോൾ ആനുകൂല്യങ്ങൾ മാത്രം ഉപയോഗിച്ച് താരിഫ് പ്ലാനുകൾ നൽകാൻ ഓപ്പറേറ്റർമാരെ നിർബന്ധിക്കുന്നത് ഉൾപ്പെടെ. ഈ നീക്കം ഏകദേശം 150 ദശലക്ഷം 2G ഉപയോക്താക്കളെയും 2 സിം കാർഡുകളുള്ളവരെയും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 1 വോയിസ് കോളുകൾക്കും SMS-നും മാത്രമായി സൂക്ഷിക്കും. ഇത് ഉപയോക്താക്കൾക്ക് അവർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന സേവനങ്ങൾക്ക് മാത്രം പണം നൽകാൻ അനുവദിക്കുന്നു. നിലവിൽ 2G ഉപയോക്താക്കൾക്ക് പ്രയോജനമില്ലാത്ത ഡാറ്റ ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്ന വില കൂടിയ പ്ലാനുകൾ വാങ്ങേണ്ടതുണ്ട്. ഇത് 2G നെറ്റ്വർക്കുകൾ വാഗ്ദാനം ചെയ്യുന്ന എയർടെല്ലിനെയും VI-നെയും ബാധിച്ചേക്കാം. അതേസമയം ജിയോ 4G അല്ലെങ്കിൽ 5G നെറ്റ്വർക്കുകൾ മാത്രമേ വാഗ്ദാനം ചെയ്യുന്നുള്ളൂ. മറുവശത്ത് ടെൽകോകൾ ഡാറ്റ, കോളിംഗ്, SMS, OTT ആനുകൂല്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ബണ്ടിൽ ചെയ്ത പ്ലാനുകൾ ഉപയോഗിച്ച് ഓരോ ഉപയോക്താവിനും ശരാശരി വരുമാനം ARPU മെച്ചപ്പെടുത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ പര്യവേക്ഷണം ചെയ്യുകയാണ്. ഉപഭോക്തൃ സർവേകളിൽ നിന്നുള്ള ഇൻപുട്ടുകളും ഓഹരി ഉടമകളുടെ ഫീഡ്ബാക്കും പരിഗണിച്ചാണ് പുതിയ നിയന്ത്രണങ്ങൾ രൂപീകരിച്ചതെന്ന് ടെലികോം അതോറിറ്റി എടുത്തുകാണിക്കുന്നു. ഉപയോക്താക്കൾക്ക് അവരുടെ പണം പരമാവധി പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണെന്നും പറയപ്പെടുന്നു. അതുപോലെ ഉപഭോക്താക്കൾക്ക് പ്രയോജനം ചെയ്യുന്നതിനായി സ്പെഷ്യൽ താരിഫ് വൗച്ചറുകളുടെ ACTV സാധുത 90 ദിവസത്തിൽ നിന്ന് 365 ദിവസമായി വർദ്ധിപ്പിക്കാൻ ട്രായ ടെലികോം കമ്പനികളെ നിർബന്ധിച്ചിട്ടുണ്ട്. ACTV പ്ലാനുകൾ ടെലികോം കമ്പനികൾ പ്രത്യേകം രൂപകൽപ്പന ചെയ്തതാണ്. സാധാരണ പ്ലാനുകളേക്കാൾ വില കുറഞ്ഞതും വ്യത്യസ്തമായ ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതുമാണ്. അതുപോലെ ടെലികോം റെഗുലേറ്ററി ബോഡിയും ഓപ്പറേറ്റർമാർക്ക് വിവിധ മൂല്യങ്ങളുടെ ടോപ്പ് അപ്പ് വൗച്ചറുകൾ ഉണ്ടായിരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കുറഞ്ഞത് 10 രൂപയിൽ നിന്ന് ആരംഭിക്കണം.